ഹലോ ഗൈസ്, ആദർശാണ്. നിങ്ങൾക്ക് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് നമ്മൾ നേപ്പാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാപിറ്റലായ കാഠ്മണ്ഡുവിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന പതൻ ദർബാർ സ്ക്വയറിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ കാണുന്ന മുതലാണ് മോനെ ദർബാർ സ്ക്വയർ. ഇങ്ങനത്തെ മൊത്തം 3 ദർബാർ സ്ക്വയർ കാഠ്മണ്ഡുവിലുണ്ട്. അതിലൊരെണ്ണമാണ് പതൻ ദർബാർ സ്ക്വയർ. അവിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത്. ചരിത്രത്തോട് വലിയ താല്പര്യമില്ലാത്ത എന്നെ പോലത്തെ കുറേ എണ്ണത്തിന് ചരിത്രം ഒരു ചരിത്രമാണെന്ന് കാണിച്ചെന്നൊരു ചരിത്രമാണ് ഇരിക്കുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയില്ലേ മൊത്തം വിദേശികളുടെ തിരക്കായിരുന്നു ഇവിടെ. നമ്മളിങ്ങോട്ട് സ്വാഗതം ചെയ്യാനുള്ള ചുമതല ഒരു ലോഡ് മാടപ്രാവുകൾക്കായിരുന്നില്ല. ഇങ്ങനെ അവിടെ ഭരിച്ചിരുന്ന രാജാവിനെ തൊഴുത തിക്കിലും തിരക്കിലൂടെ നടന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട പിന്നെ കണ്ട കാഴ്ച വേറെ തന്നെയായിരുന്നു. ഓരോ തൂണിലും കൈവച്ച് കൊത്തിയുണ്ടാക്കുന്ന അതിമനോഹരമായ മരത്തിൻ്റെ വർക്കുകളും ചുവന്ന ഇഷ്ടികകൾ പാകിയ ചുമരും മതിൽക്കെട്ടുകളും അങ്ങനെ എത്ര പറഞ്ഞാലും മതി വരാത്തതും എത്ര കണ്ടാലും മതി വരാത്തതുമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദർബാർ സ്ക്വയർ. ഇതിന് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്നില്ല. വളരെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ കാണാനൊക്കെ ഇല്ലേ, നിങ്ങൾ ഇതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി കാണാം. അങ്ങനെ പുതിയ സ്ഥലങ്ങളും പുതിയ രുചികളും തേടിയിട്ടുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ലേ. എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യാത്രകൾ തുടരാണ്ട് എല്ലാവരും കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.